അതിൽ ആ എന്നെ ഇപ്പോൾ രക്ഷിച്ചതാണ്. വല്ലാത്തൊരു വേദനയുള്ള അത്രയും. അധികാരത്തിന്റെയും മതത്തിന്റെയും പണത്തിന്റെയും പേര് പറഞ്ഞിട്ട് മനുഷ്യനെ വഴിയിലിട്ട് തല്ലിക്കൊല്ലുന്നു. പെണ്ണിന് വേണ്ടിയിട്ട് മനുഷ്യനെ വെടിവെച്ച് കൊല്ലുന്നു. ആ കാലഘട്ടത്തിലാണ് ജാക്കി എന്ന് പറയുന്ന ഈ മിണ്ടാപ്രാണി സ്വന്തം യജമാന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം രക്ഷകർത്താവിന് വേണ്ടി അവൻ്റെ ജീവൻ തന്നെ കളഞ്ഞത്. ജാക്കിയുടെ ഒരു വേദനയുള്ളൊരു കഥയാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടു കാണും എല്ലാവരും വാർത്തയിൽ. ജാക്കി എന്ന പേരുള്ള ഒരു മിണ്ടാപ്രാണി, ഒരു നായ 6 വർഷത്തോളം ആ കുടുംബത്തിൽ ജീവിച്ചു വരികയായിരുന്നു. അപ്പം ഈ സ്വന്തം യജമാനൻ ഈ പറയുന്ന വീടിന് മുറ്റത്തെ വാഴത്തോപ്പിൽ ചെറിയ പണികളായിട്ട് നിൽക്കുന്ന സമയത്ത് യജമാന്റെ അരികിലേക്ക് വരുന്ന മൂർഖനെ ഈ പറയുന്ന ജാക്കി എന്ന് പറയുന്ന നായ കാണുകയും ആ ജാക്കി സ്വന്തം ജീവൻ പോലും മറന്ന് ആ പറഞ്ഞ മൂർഖൻ പാമ്പിനെ ആക്രമിക്കുകയും ഈ പറയുന്ന യജമാനെ ആ പാമ്പിന്റെ കടിയേൽക്കാതെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ആദ്യമായ ഈ വീട്ടുകാർ വിചാരിച്ചത് അതൊരു ചേരയായിരുന്നു എന്നാണ്. പക്ഷെ ആ പറയുന്ന ജാക്കി ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് ഉഗ്രവിഷമുള്ള മൂർഖനെയായിരുന്നു. ആ മൂർഖനെ കീഴ്പ്പെടുത്തുന്ന സമയത്ത് എന്തെങ്കിലും ഈ പറയുന്ന ജാക്കിക്ക് മൂർഖന്റെ കടി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവാം. ഈ പറയുന്ന ജാക്കിക്ക് മരണം വരിക്കേണ്ടി വന്നു. സ്വന്തം യജമാനന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ മിണ്ടാപ്രാണിക്ക് ജീവൻ നൽകേണ്ടി വന്നു. ഇത് നമ്മുടെ മനുഷ്യർക്ക് തരുന്നൊരു മെസ്സേജാണ്. സ്വന്തം കൂടപ്പിറപ്പിനെയും സ്വന്തം അമ്മേനെയും അച്ഛനെയും തല്ലിക്കൊല്ലുന്ന മക്കൾക്ക് തരുന്ന ഒരു മെസ്സേജാണ് ഈ പറയുന്ന മിണ്ടാപ്രാണി, ജാക്കി എന്ന് പറയുന്ന മിണ്ടാപ്രാണി. അപ്പൊ ന്യൂസിൽ വന്ന അതിന്റെ ഒരു ബൈറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ ബൈറ്റ് ഒന്ന് കണ്ടു നോക്കാം ആദ്യം. ജീവൻ കൊടുത്തും യജമാനന്മാരെ രക്ഷിക്കുന്നവരാണ് നായകൾ, നമുക്കറിയാം. അതിൻ്റെ ഒരു വലിയ ഉദാഹരണം കഴിഞ്ഞ ദിവസം കോഴിക്കോട് മകവൂരിൽ കണ്ടു. തൻ്റെ യജമാനെ രക്ഷിക്കുന്നതിനിടെ 6 വയസ്സുകാരനായ ജാക്കിക്ക് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ് ജീവൻ നഷ്ടമായി. ആ കഥയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ഉടമസ്ഥനോടുള്ള നായകളുടെ സ്നേഹത്തിൻ്റെ കഥകൾ പലതവണ നമ്മൾ കേട്ടിട്ടുണ്ട്. കോഴിക്കോട് മൊകവൂർ സ്വദേശിയായ രാമനുണ്ണിക്ക് പറയാനുള്ളതും ഇങ്ങനെയൊരു കഥയാണ്. തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാണ് റോട്ട്വീലർ ഇനത്തിൽപ്പെട്ട ജാക്കി എന്ന നായ രാമനുണ്ണിയെ ഉഗ്രവിഷമുള്ള പാമ്പിൻ്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഞാൻ വാഴൻ്റെ ചുട്ടിൽ നായ കിടക്കുകയാണ്. അവിടെ നിന്ന് ഞാനൊരു വാഴക്കുന്ന് മേലെന്ന് കൊടുവാളെടുത്ത് കട്ട് ചെയ്ത് കൊണ്ടുപോയി ഞാനവിടെ കുഴിച്ചിട്ടു. വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ ഈ നായ ഈ ഭാഗത്തേക്ക് നോക്കിയിട്ടാണ് കുരയ്ക്കുന്നത്. വളരെ ശക്തമായിട്ട് കുറച്ചപ്പോൾ ഞാൻ നായനെ അവിടെ നിന്ന് കഴിച്ചിട്ടു. നായ ഇവിടെ വന്നു. അപ്പോൾ ഞാനിത് കണ്ടിട്ടില്ല ആദ്യം തന്നെ. അപ്പോൾ നായ വന്നു പാമ്പിനെ പൊക്കി ഇങ്ങോട്ടെടുത്തു. അപ്പം നമ്മൾ പാമ്പാന്നുള്ളത് ഇതായില്ല, പിന്നെയാണ് അറിയുന്നത് പാമ്പാണെന്നുള്ളത്. അത് അതിശക്തമായൊരു മൂർഖം തന്നെയാണ്. ഈ നായ ഒരു പക്ഷേ ഈ പാമ്പിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ചേട്ടൻ ഒരു പക്ഷേ കടിക്കുമായിരുന്നു അല്ലേ? സാധ്യത സംശയമില്ല. അതിൽ ആ എന്നെ ഇപ്പോൾ രക്ഷിച്ചതാണ്. വല്ലാത്തൊരു വേദനയുള്ള അത്രയും. 6 വർഷക്കാലം ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോയായിരിക്കും ഈ പറയുന്ന ജാക്കി എന്ന് പറയുന്ന വളർത്തുനായ വളർന്നിട്ടുണ്ടാവുക. ഒരു മിണ്ടാപ്രാണിയെ വളർത്തുന്ന, അതൊരു പൂച്ചയായാലും ഒരു നായയായാലും അതിന് കിളികളായാലും ഏതൊരു മിണ്ടാപ്രാണിയും വളർത്തുന്ന ഒരാൾക്ക് അതിനോടുള്ള അറ്റാച്ച്മെന്റ്, അതിനെ വളർത്തി അല്ലെങ്കിൽ അതിനെ പരിപാലിച്ച് അതിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ മിണ്ടാപ്രാണികൾ നഷ്ടമാകുമ്പോൾ ഒരു കുടുംബത്തിലെ ഒരു അംഗം നഷ്ടമാകുന്ന വേദനയിൽ ജീവിക്കുന്ന ഒത്തിരി പേരുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. ആ ഒരിടത്താണ് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു മിണ്ടാപ്രാണി അതിന്റെ ജീവൻ നൽകിയിട്ട് ഈ ഭൂമിയിൽ നിന്നും പോയിരിക്കുന്നത്. അപ്പൊ ആ മനുഷ്യന്റെ ഉള്ളിൽ എത്രമാത്രം പിടയുന്നുണ്ടാവും. അത് ആ പിടച്ചിൽ അറിയുന്നത് ഈ മിണ്ടാപ്രാണികളെ ജീവന് തുല്യം സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ്. നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ ദുഃഖമായ ഒരു കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടതാണ്. പുട്ടിമാടിയിൽ ഉണ്ടായ അപകടത്തില് സ്വന്തം രക്ഷകർത്താക്കൾ, അതായത് സ്വന്തം വീട്ടിലെ ആളുകൾ മരണപ്പെട്ടപ്പോൾ അവരെ തേടി അലഞ്ഞ കൂക്കി എന്ന് പറയുന്ന ഒരു നായയുടെ കാഴ്ച മീഡിയ വഴിയും അല്ലാതെ നമ്മൾ കണ്ടതാണ്. അത് അന്ന് പരതിയ ആ ഒരു വേദന, അവസാനം തൻ്റെ കൂടപ്പിറപ്പുകൾ അല്ലെങ്കിൽ തൻ്റെ രക്ഷകർത്താക്കളെ അത് തന്നെയാണ് കണ്ടെത്തിയത്. ഇത്രയും മലയുടെ ഈ പറയുന്ന താഴ്വരയിൽ നിന്നും അത് തന്നെയാണ് സ്വന്തം കൂടപ്പിറപ്പുകളെ കണ്ടെത്തുന്നത്. അത് ആ കുടുംബത്തിലൊരു അംഗമായിരുന്നു. അന്ന് അതവിടെ വേദനിച്ച വിഷമം അത് നമ്മൾ കണ്ടതാണ്. അതുപോലെ എത്രയോ മിണ്ടാപ്രാണികൾ ഈ ഭൂമിയിൽ നിന്നും യാത്ര പോകുന്നുണ്ട്. സ്വാഭാവിക മരണമായാലും അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിലുള്ള ക്രൂരമായ രീതിയിലായാലും വിഷം കൊടുത്തിട്ടായാലും അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ചിട്ടായാലും എത്രയോ മിണ്ടാപ്രാണികളെ ഈ ഭൂമിയിൽ നശിക്കപ്പെടുന്നുണ്ട്, മരണപ്പെടുന്നുണ്ട്. ഒരു മനുഷ്യൻ തരുന്നതിനേക്കാൾ സ്നേഹം, ഒരു മനുഷ്യൻ തരുന്നതിനേക്കാൾ കരുതൽ,
സ്നേഹിച്ച് വളർത്തുന്ന ഒരു മിണ്ടാപ്രാണി നമുക്ക് തരുമെന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമമായ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഇപ്പൊ ഈ ജാക്കി. ഇതുപോലുള്ള ജാക്കികൾ ഇന്ന് പല വീടുകളിലുമുണ്ട്, തെരുവോരങ്ങളിലുമുണ്ട്. അക്രമകാരികളായ നായകളുണ്ട്. അവരെ കൃത്യമായ രീതിയിൽ ഗവൺമെന്റ് ഒരു പ്രോപ്പറായ ഒരു ചിട്ടയായ ഒരു വാക്സിനേഷൻ, അതുപോലെ തന്നെ അവരുടെ വന്ധീകരണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തി അവരുടെ ഷെൽട്ടറുകളിൽ അവരെ എത്തിച്ച് വേണ്ട രീതിയിലുള്ള പരിപാലനങ്ങൾ നൽകണം. അല്ലാതെ നല്ലവരായ മനുഷ്യരോട് ഇടപഴകി നിൽക്കുന്ന തെരുവ് നായകൾ ഒത്തിരിയുള്ള നാടാണ് നമ്മുടെ കേരളം. അവരുടെ ഇടയിലാണ് ഈ പറയുന്ന ജാക്കി എന്ന് പറയുന്ന ഒരു മിണ്ടാപ്രാണി മനുഷ്യന് മെസ്സേജ് തരുന്നത്. മനുഷ്യൻ മൃഗമായി മാറുമ്പോൾ മൃഗം മനുഷ്യന് മെസ്സേജ് തരുന്നു. ഇത്രേ ഉള്ളൂ. എക്സാമ്പിൾ കറക്റ്റ് ആണ്. മനുഷ്യൻ മൃഗമാവുന്നു, മൃഗം മനുഷ്യനാവുന്നു. അതിന്റെ ഉത്തമമായ ഒരു ഉദാഹരണം തന്നെയാണ് ജാക്കി എന്ന് പറയുന്ന ഈ മിണ്ടാപ്രാണി. അപ്പൊ ഈ ഒരു വിഷയം ആണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. കാരണം വളരെ വേദന തോന്നിയൊരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയം അവതരിപ്പിച്ചത്. അപ്പൊ ഇതുപോലെയും അല്ലാതെയുമുള്ള മറ്റു വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.